ഹായ്, വെൽക്കം ബാക്ക് ടു മല്ലസ്കോട്ട് ഫാമിലി. മല്ലസ്കോട്ട് ഫാമിലിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഡംഫ്രീസിലുള്ള ഒരു കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഡംബ്ലറിംഗ് കാസിൽ എന്നാണ് ഇതിൻ്റെ പേര്. വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു കാസിൽ തന്നെയാണിത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഉപ്പുതറ, കോതപ്പാറ, മുത്തമ്പടിയിലേക്ക് ഇറങ്ങുന്ന അതേ ഒരു സെയിം വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കറക്റ്റ് നമുക്ക് അതേ ഒരു വൈബ് ഫീൽ ചെയ്യും. ഇപ്പോൾ വിൻ്ററിൻ്റെ എൻഡിങ് ടൈം ആയതുകൊണ്ട് എല്ലാ ട്രീയും ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുവാണ്. ഇലയൊക്കെ പൊഴിഞ്ഞ് ഒരു സ്റ്റാർട്ടിങ് ഓഫ് സ്പ്രിങ്ങിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തിട്ട് അന്നേരത്തെ ഒരു വീഡിയോയും കൂടെ, അപ്പം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് വന്ന് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഈ കാസിലിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ നേരെ കയറി പോകുന്നത്. മരങ്ങളെല്ലാം കൊഴിഞ്ഞിരിക്കുന്ന സമയമാണ്. രണ്ട് സൈഡിലും ഫാമുകൾ കാണാൻ പറ്റും. പ്രധാനമായിട്ട് ഷീപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഷീപ്സ് ആൻഡ് കൗസ്. സറാഫിന് എന്നാ ചോദിച്ചേ? ഇവിടെ നമ്മള് വർക്ക് ചെയ്യാൻ പോലെ എന്ത് ചെയ്യുന്നോ? സറാഫിൻ കൊണ്ട് പേയ്മെന്റ് അടയ്ക്കണം. പപ്പയുടെ പൈസ ഇല്ലല്ലോ എടുക്കാൻ. ഇവിടെ പാർക്ക് ചെയ്യാനേ പൈസ അടയ്ക്കാൻ പൈസ എടുത്തിട്ടില്ലല്ലോ. സറാഫിനെ കൊടുത്തിട്ട് ഞങ്ങള് കാർ പാർക്ക് ചെയ്യട്ടെ? അങ്ങനെ ചെയ്യാം. സറാഫിനെ കൊടുത്തിട്ട് ആ പൈസക്ക് വണ്ടി പൈസ തരാൻ പറയാം. പിന്നെ ഡംഫ്രീഷെയർ കൗണ്ടിയിലുള്ള എ കാറ്റഗറി റേറ്റിംഗിലുള്ള ഒരു കാസിലാണ് ഈ ഡംബ്ലറിംഗ് കാസിൽ. നൂറ്റി 120ഓളം മുറികളുള്ള ഈ ഒരു കാസില് പിങ്ക് പാലസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മാർച്ച് 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഈ കാസിനകത്തേക്കുള്ള എൻട്രി ഓപ്പൺ ആകുന്നത്. ഈ കാസിനകത്തേക്ക് കയറി കാണുന്നതിന് പ്രത്യേകം എൻട്രി ഫീസ് ഉണ്ട്. അഡൽറ്റിനും ചിൽഡ്രനും സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണുള്ളത്. ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് ഏപ്രിൽ 1 മുതലേ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നു.
ഡ്രംബ്ലറിംഗ് കാസലിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയോട് ചേർന്ന് കിടക്കുന്ന ഈ ബിഗ് ഗാർഡൻ ആണ്. നമ്മൾ പണ്ട് ബൈബിളിലൊക്കെ കേട്ടിട്ടുള്ള സിക്കമോർ മരം, പണ്ട് പൊക്കം കുറഞ്ഞവനായ സക്കേവൂസ് കയറുന്ന എന്ന സിക്കമോർ മരത്തിനെ പറ്റി നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണപ്പെടുന്ന ഈ മരങ്ങളെന്ന് പറയുന്നത് സിക്കമോർ മരങ്ങളാണ്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കുറച്ചൊക്കെ പടർന്ന് കിടപ്പുണ്ട്, എങ്കിലും കുറേയൊക്കെ ഇപ്പോഴും നല്ല ലോങ് സ്റ്റാൻഡിങ് ലൈഫുള്ള സിക്കമോർ മരങ്ങളാണ്. ഈ ഗാർഡൻ്റെ പ്രധാന അട്രാക്ഷനായ സിക്കമോർ മരങ്ങൾ ഓൾമോസ്റ്റ് ഒരു 300 ഇയേഴ്സ് ഓൾഡായിട്ടുള്ള മരങ്ങളാണ്. സിക്കമോറിനെ കൂടാതെ മറ്റനവധി ഏകദേശം 30 സ്പീഷീസ് ഓഫ് ട്രീസ് ഇവിടെയുണ്ട്. എല്ലാത്തിൻ്റെ അടിയിൽ അവർ കുറച്ചൊക്കെ പേരുകളും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. ഈ വിൻ്റർ കഴിയുന്ന ഒരു സ്റ്റേറ്റിലായതുകൊണ്ട് ലീവ്സൊക്കെ പോയി കിടക്കുകയാണ്, എല്ലാം ഒരു കരിഞ്ഞ് ഡ്രൈ ആയിട്ട് കിടക്കുന്ന സമയമാണ്. ബട്ട് എൻഡ് ഓഫ് മാർച്ച് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മെയ് ഒക്കെ സമയത്ത് സ്പ്രിംഗ് ടൈമിൽ ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. ഉപ്പം കായ്ക്കൽ ഒത്തിരി സമയമുണ്ട്. So many ships over there. Let's go and see. Let's go and see. Let's go and see. Come on. അങ്ങനെ സെറാഫിൻ്റെ ഡാൻസിന് ശേഷം ഞങ്ങൾ താഴെയുള്ള പാർക്കിംഗ് പ്ലേസും അതിനോട് അറ്റാച്ച് ചെയ്ത് കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്കും പോയി. അങ്ങോട്ടുള്ള വഴിയിലൂടെ ആൾക്കാർ ഡോഗ് വാക്കിങ്ങിന് പോകുന്നതും സൈക്ലിങ്ങുകാർ പോകുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരുടെ പ്ലേ ഏരിയയിലും എൻട്രി ഫീസ് ഉണ്ട്. അവിടെ ഒരു ഗാർഡൻ ഏരിയ പോലെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതത്ര ഓപ്പൺ അല്ല. അത് നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഗ്രാൻഡായിട്ട് ഓപ്പൺ ആകത്തുള്ളതെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഇവിടെ ഒരു പാർക്കിംഗ് സൈറ്റ് കൂടിയാണ്. ഇവിടെ വരുന്നവർക്ക് ടീ കോഫിക്കുള്ള റിഫ്രഷ്മെൻറ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ വണ്ടി പാർക്ക് ചെയ്താക്കുന്ന ഒരു വലിയൊരു പാർക്കിംഗ് സ്പേസും അതോടൊപ്പം ഇവിടെ തന്നെ ഉണ്ട്. ഈ ഗാർഡൻ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. നല്ല 50 ഏക്കറിലാണ് ഇത് നീണ്ടു നിരന്ന് കിടക്കുന്നത്. അതേപോലെ ലാൻഡ്സ്കേപ്പ് എല്ലാം നല്ലതുപോലെ അവർ ഈ ഗ്രാസ് എല്ലാം കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണിത്. ബനാന കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രേപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പിസ്ത കൊണ്ടുവന്നിട്ടുണ്ട്, വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ജ്യൂസും വീട്ടിൽ പോയിട്ട് കാസിലിന് താഴെ ഒരു ബ്രിഡ്ജുണ്ട്. അത് ഒരു നദിയുടെ മേളിലൂടെയുള്ള ബ്രിഡ്ജാണ്.
വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അവിടെ നിന്ന് കാണുമ്പോൾ. 2 സൈഡിലും മരങ്ങൾ ഡ്രൈ ആയിട്ട് നിൽക്കുവാണെങ്കിലും നമ്മൾ സീനറി ഫോട്ടോസിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ള പോലത്തെ ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. വീട്ടിൽ പോയി ചോറുണ്ടാലോ? എന്നേലും തരാൻ ഇവിടെ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ലല്ലോ. എന്നെ കൊണ്ടുവന്നേ? നീ എന്നേലും എടുത്തു വെച്ചോ? സറാപ്പ എന്നേലും എടുത്തു വെച്ചാലോ? നിനക്ക് വിശക്കുന്നുണ്ടോ വീട്ടിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വരണോന്ന്? എന്നൊരു കാര്യം ചെയ്യ്. പോകുന്ന വഴിക്ക് നമുക്ക് നേരെ പോയിട്ട് കുറെ കടകളുണ്ട്. പോകുന്ന വഴിക്ക് മാക്ഡൊണാൾഡ്സും KFC ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും വണ്ടി നിർത്താതെ നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ചോറുണ്ടാം. അങ്ങനെ ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മല്ലു സ്കോട്ട് ഫാമിലി ചാനൽ. ബൈ ബൈ. This is very beautiful place. Perfect ayo. പെർഫെക്റ്റ് ആയോ? Ayo. എന്നാ മതി.